സർവകലാശാലകളിൽ ഗവർണർ പിടിമുറുക്കുന്നു. MG സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടനയിലെ തിരിച്ചയച്ച സിൻഡിക്കേറ്റ് നിലപാട് പുനഃസംഘടനാ പട്ടിക തിരിച്ചയച്ച സിൻഡിക്കേറ്റ് നിലപാട് തള്ളി ഗവർണറുടെ പുനഃസംഘടന അംഗീകരിച്ച് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. കാർഷിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനും നീക്കം നടക്കുന്നതായി ആക്ഷേപമുണ്ട്. MG സർവകലാശാലയിലെ VC നിയമനത്തിലും സെനറ്റ് പുനഃസംഘടനയിലും സംഘപരിവാർവൽക്കരണം നടന്നുവെന്ന ആക്ഷേപം ശക്തമായതിനു പിന്നാലെയാണ് പുതിയ പരാതി. ബോർഡ് ഓഫ് സ്റ്റഡീസ് പുനഃസംഘടിപ്പിച്ച ചാൻസലറായ ഗവർണറുടെ നീക്കത്തെ സിൻഡിക്കേറ്റ് എതിർത്തിരുന്നു. 2 തവണ പുനഃസംഘടന ലിസ്റ്റ് തള്ളിയതോടെ ഇത് അംഗീകരിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവിറക്കി. സിൻഡിക്കേറ്റ് നിലപാട് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VC പുതിയ ഉത്തരവിറക്കിയത്. സർവകലാശാലയിലെ PG UG വിഭാഗങ്ങളിൽ 54 പഠന ബോർഡുകളാണ് ഗവർണർ പുനഃസംഘടിപ്പിച്ചത്. സംഘപരിവാർ അനുകൂലികളായവരെയും യോഗ്യതയില്ലാത്തവരെയും നിയമിച്ചു എന്നാണ് ഇടത് സംഘടനകളുടെ ആക്ഷേപം. കേരള കാർഷിക സർവകലാശാലയിലും സമാനമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി BJP അധ്യാപക സംഘടനാ നേതാവിനെ നിയമിക്കാനാണ് നീക്കം. വെള്ളാണിക്കര കാർഷിക കോളേജിലെ ഡീൻ ഡോക്ടർ സജിത റാണിയെ VC ആയി നിയമിക്കാനാണ് ശ്രമം. സർവകലാശാലയുടെ ജനറൽ കൌൺസിലിൽ 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിലും ഇടത് സംഘടനകൾ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം, കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.